തിരുവനന്തപുരം വിഴിഞ്ഞം തുറമുഖത്തിന്റെ അടുത്ത ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ജനുവരിയിൽ തുടങ്ങും. റെയിൽവേ പാതകളും റിംഗ് റോഡും ഉൾപ്പെടെയുള്ള പദ്ധതികളും അടുത്ത ഘട്ടങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 2024 ഡിസംബർ മാസത്തിലാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രവർത്തനം തുടങ്ങിയത്. ഒരു വർഷം കൊണ്ട് 14 ലക്ഷം കണ്ടെയ്നറുകൾ കൈമാറ്റം നടത്തി. പ്രതീക്ഷിച്ചത് 10 ലക്ഷം കണ്ടെയ്നറുകൾ. സർക്കാരിന് നികുതി വരുമാന ഇനത്തിൽ 97 കോടി രൂപയാണ് ലഭിച്ചത്. ഇനി വികസനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ബർത്തിന്റെ നീളം 2000 മീറ്ററായി വർദ്ധിപ്പിക്കും. ബ്രേക്ക് വാട്ടറിന്റെ വിസ്തൃതി കൂട്ടുന്നതും രണ്ടാം ഘട്ടത്തിൽ തുടങ്ങും. ഇതിൻ്റെ സെക്കൻഡ് ഫേസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനം ജനുവരി മാസം സെക്കൻഡ് വീക്കിൽ നടക്കുന്നു. അതിനി വേണ്ടി വരുന്നത് ഇപ്പോൾ 800 മീറ്റർ ബെർത്താണുള്ളത്. ആ 800 മീറ്റർ ബെർത്ത് 1200 മീറ്ററൂടെ വർദ്ധിപ്പിച്ച് 2000 മീറ്റർ ബെർത്താക്കും. അപ്പോൾ കൂറ്റൻ കപ്പലുകൾക്ക് പലതിനും വന്ന് കിടന്ന് ഒരേ സമയം അൺലോഡ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് വരും. ലോഡിങ്ങിനും കഴിയും. തുറമുഖവുമായി ബന്ധപ്പെടുത്തി ചരക്കു നീക്കത്തിനായി 10.7 കിലോമീറ്റർ റെയിൽപാതയുടെ നിർമ്മാണത്തിനായി ഉടൻ ഭൂമി ഏറ്റെടുക്കും. ഇതിനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 2-3 ഘട്ടത്തിന്റെ വികസനത്തിന്റെ ഭാഗമായി യാർഡുകളുടെ നിർമ്മാണത്തിനായി 50 ഹെക്ടർ ഭൂമി കൂടി ഏറ്റെടുക്കാനാണ് സർക്കാരിന്റെ നീക്കം. തുറമുഖത്തിൽ സമീപകാലത്ത് ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് തുറന്നതോടെ ടൂറിസം സാധ്യതകളും വർദ്ധിച്ചു കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായുള്ള ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.